എൻ്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു ഉണ്ട് കേട്ടോ. ഞാൻ ലാസ്റ്റ് എൻ്റെ ബർത്ത്ഡേക്ക് അപ്ലോഡ് ചെയ്ത് ഈ ഒരു വീഡിയോക്ക് ഇത്രയും എഫക്റ്റ് ഉണ്ടാവും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അറിയുന്നവരും അറിയാത്തവരും വന്ന് എൻ്റെ ഇൻബോക്സ് നിറച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ബർത്ത്ഡേ അത്രയ്ക്ക് ഷോക്കൊന്നും അല്ലായിരുന്നു. അതൊരു വൺ സൈഡ് മാത്രമായിരുന്നു. ശരിക്കും എൻ്റെ ബർത്ത്ഡേയുടെ സർപ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ തലേ ദിവസം തന്നെ ഫസ്റ്റ് ഏട്ടത്തിയായിരുന്നു. ചേട്ടനും ചേച്ചി വന്ന് തലേന്ന് തന്നെ എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ഡ്രസ്സ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ആദ്യമായിട്ട് പപ്പ ഞാൻ പറയാണ്ടില്ല എന്നോട് പറയാണ്ട് സർപ്രൈസ് ആയിട്ട് ഈ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ കേശു എനിക്ക് ഒരു ലോലിപ്പോപ്പൊക്കെ വാങ്ങിച്ചു തന്നു എൻ്റെ കേശുട്ടൻ. പിന്നെ ഒരു സദ്യയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് വൈകുന്നേരം 3:15 ട്രെയിനിൽ തിരിച്ച് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ട്രെയിനിൽ ഇരുന്ന് ലുഡോ കളിച്ച് കൂട്ട് കിട്ടിയതാണ് ഈ ശിങ്കിടിക്കുട്ടന്മാരെ. എന്നിട്ട് ലാസ്റ്റ് ഈ 6:30 ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആവുന്നതിന് മുന്നേ തന്നെ ബ്ലെസ്സിൻ്റെ വക ഒരു സർപ്രൈസ് ഓൾറെഡി ഒരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് കേക്ക് കട്ടിങ് അവൻ്റെ വകയായിരുന്നു. ഒന്ന് കരയിപ്പിച്ചെങ്കിലും ഫസ്റ്റ് കേക്ക് കട്ടിങ് കഴിഞ്ഞതോടെ അടുത്ത കോൾ വന്നു. ആകാശിൻ്റെ വകയായിരുന്നു നെക്സ്റ്റ് സർപ്രൈസ് വരുന്നത്. വൈകുന്നേരം ആ ഒരു കേക്ക് കട്ടിങ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ നല്ലൊരു മൊമെൻ്റ് തന്നെയായിരുന്നു. കാരണം ഫുഡ് കോർട്ടിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കേക്ക് കട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കരഞ്ഞ എന്തിനുള്ള റീസൺ ഞാൻ പറയാമേ. ഈ കേക്ക് കട്ടിങ് പരിപാടിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ആ കേക്ക് കൊണ്ട് അവിടെ നിന്ന് എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ കൊണ്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ ഡിജോ വന്നു. ലാസ്റ്റ് ആകാശിൻ്റെ വക പിന്നെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കാര്യമെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഈ കേക്ക് കൊണ്ട് കൊടുത്തതിൽ ഒരു ചേച്ചി വന്നിട്ട് ഒരു കവർ നിറയെ ചോക്ലേറ്റ്സ് കൊണ്ട് തന്നു. ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ വിഷമിച്ചിട്ട് എൻ്റെ ബർത്ത്ഡേ കാര്യം വിഷ് ചെയ്തില്ലെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരുന്ന ഞാൻ എന്തോരം വിഷ് എനിക്ക് നേരിട്ട് അറിയുന്നവരും അറിയാത്തവരും എല്ലാം വന്ന് വിഷ് ചെയ്ത് ഈ ചോക്ലേറ്റ്സിനെ കണ്ടപ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. എനിക്ക് നല്ല സങ്കടവും വന്ന് സന്തോഷം വന്നു. ഞാൻ പിന്നെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കഴിയുമ്പം കുറച്ചൊരു ആശ്വാസം വന്നു. അപ്പം അമ്മ പറഞ്ഞാൽ പോട്ടെ വിഷമം എല്ലാം മാറിയില്ലേ എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ടാണെങ്കിൽ രാത്രി ഞാൻ തിരിച്ച് റൂമിൽ വന്നപ്പോഴത്തേക്ക് എനിക്ക് വിഷമമായെന്ന് കണ്ടിട്ട് രാത്രി 9 മണിയൊക്കെ ആകുമ്പോൾ സൗമ്യ പാവം ഓടി വന്ന് അവളും വന്ന് കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ തന്നു. ഇതിക്കുള്ളൊക്കെ എനിക്ക് എന്താ വേണ്ടത്. പിന്നെ ശ്രീകുട്ടീസിൻ്റെ വക രാത്രി എഗെയിൻ പിന്നെയും സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും അതിൻ്റെ പിന്നാലെ കുറച്ച് സന്തോഷങ്ങളും വരും കേട്ടോ. എക്സ്പെക്ട് ചെയ്ത കുറച്ച് ബർത്ത്ഡേ വിഷയൊക്കെ മിസ്സായെന്ന് പറഞ്ഞാൽ ശരി. എൻ്റെ ഇവിടുത്തെ ബർത്ത്ഡേ എനിക്ക് നല്ലൊരു മെമ്മറബിൾ ഡേ തന്നെയായിരുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം ഗൈസ്. ബൈ.